നമസ്കാരം. മറക്കാനും ക്ഷമിക്കാനും കഴിയുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. അതാണ് ഖത്തർ ഇപ്പോൾ ഇറാനോട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പറഞ്ഞു വരുന്നത് ഇറാനോട് തങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് ഖത്തർ ഉറക്കെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇറാനുമായി ചർച്ചകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവോടെയാണ് ഖത്തർ ഔദ്യോഗികമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്താനുള്ള ഇറാനുമായുള്ള ചർച്ചകളിലൂടെ മാത്രമേ അക്കാര്യം സാധ്യമാകൂ. ഇക്കാര്യം ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്ന ശക്തമായ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് എല്ലാ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്നിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇക്കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഇറാനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കുമ്പോഴും മുൻകാല നടപടികളിൽ ഖത്തർ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഗൾഫ് മേഖലയോടും ഖത്തറിനോടും ഇറാൻ മുൻപ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ ആവുന്നതല്ല. മുൻകാല വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഇറാൻ ഒരു അയൽ രാജ്യമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഖത്തർ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. ഗൾഫ് മേഖലയുടെ സുരക്ഷയും സമാധാന അന്തരീക്ഷവും നിലനിൽക്കുന്നതിനും ഇറാനെ ചർച്ചകളിൽ പങ്കാളിയാക്കേണ്ട അനിവാര്യതയാണ് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഒന്നിച്ചു മുന്നേറാനുള്ള സംയുക്ത കാഴ്ചപ്പാടിൽ മാത്രമേ മേഖലയിൽ നിലവിലെ നയതന്ത്ര പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് പശ്ചിമേഷ്യൻ പര്യടനത്തിന് തുടക്കമിടുകയാണ്. UAE, കുവൈറ്റ്, ബഹ്റിൻ എന്നീ 3 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന റൂബിയോ ബഹ്റിനിൽ നടക്കുന്ന ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. അമേരിക്ക ഇറാൻ ധാരണകളെ കുറിച്ച് ഗൾഫ് മേഖലകളിലുള്ള ആശങ്കകൾ അകറ്റുകയും അവരുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് യാതൊരു ഭീഷണിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാത്ത ഇറാൻ പ്രതിനിധി സംഘം രാജ്യത്തിന് അകത്ത് യാഥാസ്ഥിക വിഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും രൂക്ഷമായ വിമർശനം നേരിടുന്നുണ്ട്. ചർച്ചാ സംഘത്തിലെ യാത്ര മുടങ്ങാനായി വിമാനത്താവളം അടഞ്ഞുകിടന്നിരുന്നു എങ്കിൽ എന്ന് തങ്ങൾ ആഗ്രഹിച്ചു പോയേനെ എന്നൊരു ഔദ്യോഗികമായ റേഡിയോ ആൻഡ് ടെലിവിഷൻ നെറ്റ്വർക്കായ IRIB അടക്കം കടുത്ത വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. വിമർശനം ശക്തമായതോടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഹേർ ഖാലിഫ് രംഗത്തെത്തുകയും ചെയ്തു. അമേരിക്കയുമായുള്ള ഈ ചർച്ച നടന്നില്ല എങ്കിൽ ലെബനിൽ ഇതിനകം തന്നെ കൂടുതൽ മുസ്ലിം രക്തം വീഴുമായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഭരണപരമായ കാര്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി ഇറാൻ തന്നെ കൈകാര്യം ചെയ്യുമെന്നും സ്പീക്കർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ ഇറാന് നേട്ടമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.